ഇന്ന് രാവിലെ എണീറ്റിട്ടോ എനിക്കൊരു വലിയൊരു ജീനിയസ് ഐഡിയ വന്നാൽ CPM-ന്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം തല്ലാൻ വരുന്നത് പ്രശാന്തായിരിക്കും. ഇത് സാധിക്കില്ല. ഇത് നമ്മുടെ പാർട്ടിയുടെ ഐഡിയോളജിന്റെ 100% ഓപ്പോസിറ്റ് അല്ല ഇവര്. എങ്ങനെ ഞങ്ങൾ ഇവരൊപ്പം ആശയം ചെയ്യും? ഇതെല്ലാം ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ്. തോൽക്കുമ്പോൾ കോൺഗ്രസിന്റെ 14, 19, 24 ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഒന്ന് പഠിച്ചു നോക്കൂ. തോൽക്കുന്ന ഒരു ഭയം വരുമ്പോൾ 10-12 ദിവസം മുമ്പ് അവർ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കും. വികസനത്തെ കുറിച്ചല്ല. എന്തുകൊണ്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടി 3 സംസ്ഥാനത്തിൽ ഭരിക്കുന്നുണ്ടല്ലോ? തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്. അവിടെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ 5 കൊല്ലത്തിൽ ചെയ്തത് എന്തുകൊണ്ട് പറഞ്ഞില്ല? 10 കൊല്ലം UPA സർക്കാരിന് 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ. ഞങ്ങൾ ഭരിച്ചപ്പോൾ 8 മന്ത്രിമാർ ഇതെല്ലാം ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല. പറയണ്ടേ? ഇലക്ഷന്റെ സമയത്ത് ഇതല്ല പറയണ്ടേ? എന്റെ വീട്, എന്റെ ഇൻകം ടാക്സ്, എന്റെ മോട്ടോർ സൈക്കിൾ, എന്റെ വൈഫിന്റെ ഇത് ഇതാണോ ചർച്ച ചെയ്തത്? ധൈര്യമില്ല ഇവർക്ക്. ഞാൻ പറയില്ലേ, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇവർക്ക് പഴയ രാഷ്ട്രം ചെയ്യാനാണ് ആഗ്രഹം. വിവാദം സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് എങ്ങനെയെങ്കിലും പവർ പിടിക്കുക. ഞങ്ങൾ അത് സമ്മതിക്കില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു 40% വിവാദമായിക്കോട്ടെ, നിങ്ങളെല്ലാം കവർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഹെഡ്ലൈൻ കിട്ടും, ബൈറ്റും കിട്ടും, ന്യൂസ് ക്ലിക്ക് ബൈറ്റും കിട്ടും. പക്ഷെ 60% ഞങ്ങൾ നിർബന്ധിച്ച് നാടിന്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കും.